എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളുടെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചോറൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ബീൻസ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി റെഡിയാക്കി അവിടെ വച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം അത് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എന്തെങ്കിലും വയ്ക്കും, പിന്നെ ഒരു ഒഴിച്ചുകറി എന്തെങ്കിലും വയ്ക്കും, വല്ല മോര് കാച്ചിയതോ അല്ലെങ്കിൽ വറുത്തരയ്ക്കാത്ത വെറുതെ പൊടിയിട്ടിട്ടുള്ള ഒരു സാമ്പാറോ അല്ലെങ്കിൽ മത്തങ്ങയും പരിപ്പും കൂടി വെറുതെ ഒരു പുളിങ്കറി, അങ്ങനെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഒഴിച്ചുകറിയായിട്ടോ വേറെ ചിക്കൻ കറിയായിട്ടോ ഒന്നും വയ്ക്കില്ല, രണ്ടും കൂടി ഒരു ഒറ്റ കറിയാണ്. ചിക്കൻ ഇത്തിരി ചാറോട് കൂടി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ചിക്കൻ വയ്ക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങും ഒരു പച്ചക്കായും കൂടിയിട്ടാണ്, നേന്ത്രക്കായ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഒരു ചാറ് കറിയായിട്ടാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ അടുപ്പിലോ അല്ലെങ്കിൽ സ്റ്റൗവിൽ തന്നെ ഓപ്പൺ പോട്ടിലൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഇത്തിരി തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കുക്കറിലാണ് കേട്ടോ വെച്ചെടുക്കണത്. അതായത് ചിക്കൻ വേവിക്കണത് കുക്കറിൽ. അപ്പോൾ അതൊരു 2 വിസിലിൻ്റെ പണി കഴിയും. പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ അങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല. മറ്റേത് ഞാൻ അവരെ ഒരു കറി കട്ടെന്ന് പറഞ്ഞാൽ ഇത്തിരി വലിയൊരു സൈസിലാണ് കട്ട് ചെയ്ത് തരിക. ഞാനതിനെ പിന്നെ ഒന്നുകൂടിയും ഹാഫ് ആക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനതൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങ് എടുത്തിക്കാട്ടോ. കട്ട് ചെയ്യാൻ നിന്നാൽ പിന്നെയും കുറേ സമയം പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചട്നിയാണ്. ഇത് കണ്ടില്ലേ, മുളക് പൊടിയും കുറച്ചൊരു ചെറിയ പീസ് വാളംപുളിയും അതുപോലെ തന്നെ ഉപ്പും തേങ്ങയും കൂടി അരച്ച് കടുക് വറുത്തിട്ടൊക്കെയാണ് കേട്ടോ. ഇതിനെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അരച്ച് കലക്കി എന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ വൈകുന്നേരമൊക്കെ കറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, കറി കുറച്ച് കുറവൊക്കെ ആണെങ്കിൽ അമ്മ പറയും എന്നാൽ ഇത്തിരി അരച്ച് കലക്കി ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ഇത്തിരി ജീരകമൊക്കെ ഇടും കേട്ടോ അതിലേ. ജീരകം ഇട്ടിട്ടൊക്കെ അരച്ച് സംഭവം ഇത് ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു കൊണ്ടാട്ടോ അല്ലെങ്കിൽ പപ്പടോ ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയായി. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ അരച്ചിലക്കയുടെ കൂടെ ഊണ് കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കുടപ്പനില്ലേ, വാഴക്കുടപ്പൻ്റെ തോരൻ, അത് അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മൾ ദോശ പരത്തിയിട്ട് അതിലേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നല്ലെണ്ണയുടെ ആ ഒരു ഫോയിൽ, അതിൻ്റെ ആ ലോക്ക് ചെയ്തേക്കണ ആ ഫോയിൽ ഞാൻ പൊട്ടിച്ച് കളയാറില്ല. അതുമ്മ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്ന് വെച്ചൊരു കുത്തു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ദോശയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോഴാകുമ്പോൾ കുറേ അധികം ഇങ്ങനെ കുത്തിച്ചാടി വീഴില്ല, നമുക്ക് ദോശയിൽ എണ്ണ പുരട്ടാനും എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചധികം നേരം ഇങ്ങനെ ഞെക്കി പിടിക്കണമെന്ന് മാത്രം. അപ്പോഴാണ് എണ്ണ ഇങ്ങനെ പാത്രത്തിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വരുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതലും ദോശ ഉണ്ടാക്കണതുകൊണ്ടേ അങ്ങനെ ചെയ്യണം. അപ്പം ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ കഴുകി വാരി എടുത്തിട്ട് ഒരു 1/2 കിലോ എടുത്തിട്ടാണ് ഇപ്പോൾ കറി വയ്ക്കുന്നുള്ളൂ. ബാക്കി ഞാൻ എടുത്തു വയ്ക്കാൻ കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിമുളകും ചൂടാക്കിയത് ഓരോ വലിയ ടീസ്പൂണ്. കാരണം ഇത് ഒരു 1/2 കിലോ ഉള്ളതെന്ന് വെച്ചാലും പിന്നെ നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്കും കൂടിയിട്ടുള്ള മുളക് കണക്കാക്കിയിട്ട് ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി, ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും വറുത്തിട്ട് നമ്മളത് കൂട്ടിപ്പരട്ടി കുക്കറിലിട്ടൊക്കെയാണ് ഒരു 2 വിസിൽ അടിക്കാട്ടോ. അപ്പോൾ നമ്മൾ 2 വലിയ സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ സവാള ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ എപ്പോഴും കറിയുടെ കളറ്, അതിൻ്റെ ടേസ്റ്റിൻ്റെ പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ സവോളയുടെ ഒരു മൂപ്പിക്കലിലാണ് കിടക്കണേ. അതായത് സവോള നമുക്ക് ഒന്നൊരു ഗ്ലാസ് ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും നമ്മൾ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊരു മഞ്ഞ കളർ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഇത് നന്നായി നമ്മൾ വഴറ്റി അത്യാവശ്യം ഒരു ബ്രൗൺ കളറിൻ്റെ അടുത്തേക്ക് എത്തി. അതുപോലെ തന്നെ തക്കാളി ആയാലും ഒന്ന് വഴണ്ട് ഒന്ന് പാകമാകുമ്പോഴാണ് ആ കറിയുടെ നല്ലൊരു റെഡ് കളറിലുള്ള ചിക്കൻ കറിയായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ പാത്രം ഞാൻ അന്ന് എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ച പാത്രം ഇപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യണേ. അപ്പോൾ അതിൽ മെറ്റൽ സ്പൂണൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഞാൻ, പക്ഷേ സ്പാച്ചുലയാണ് ഇപ്പോൾ യൂസ് ചെയ്യണേ. ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, ഹാർഡനാണ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഇതങ്ങനെ നോൺ സ്റ്റിക്ക് പോലെ പൊളിഞ്ഞു പോരില്ല എന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ ഇതിലിങ്ങനെ നല്ല വിസ്താരമുള്ളത് കൊണ്ട് തന്നെ, പരന്നിട്ടിരിക്കണതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇളക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കുക്കറുണ്ട്, അത് 2 വിസിൽ, രണ്ടാമത്തെ വിസിൽ വരണ്ട, രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മണ്ടയ്ക്ക് ഒരു കൊട്ട് കൂട്ടിയിട്ട് ഇത് ഓഫാക്കി ഇടുക കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്.
പക്ഷെ വെന്ത് കഴിയുമ്പോൾ ചിക്കനിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അടിപ്പിടിക്കുക അങ്ങനത്തെ പേടിയൊന്നും വിചാരിക്കണ്ട. ചിക്കൻ എങ്ങനെ എല്ലാം കൂടി പുരട്ടിയിട്ട് ആ ഒട്ടും വെള്ളമില്ലാതെ ആ വേവണതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ കളറ് ഇത്തിരി ഒന്ന് ഡിമ്മായിരിക്കും. പക്ഷെ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡാർക്ക് കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ അതൊക്കെ മാള് ശരിയാക്കി തന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പച്ചമുളക് കഴുകി അരിഞ്ഞത് അങ്ങനത്തെയൊക്കെ മാള് ശരിയാക്കി വെക്കും. അപ്പോൾ നമ്മൾ വേഗം ചിക്കൻ കഴുകണ നേരം കൊണ്ട് അവളതൊക്കെ റെഡിയാക്കി തരും. അതുപോലെ സവോളയിലും തൊലി കളഞ്ഞ് തരും. സവോള അരിയുമ്പോൾ അവൾക്ക് ഭയങ്കര കണ്ണിന്ന് വെള്ളം വരല് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സവോള പിന്നെ അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ സ്പീഡിൽ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം അതിൻ്റെ കളറ് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കുക്കർ 2 വിസിൽ വരണോടുകൂടി ഞാനത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അത് പതുക്കെ തണുത്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി തന്നെ തുറക്കാറാവുമ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്തേക്ക് ഇത് വഴണ്ട് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അടുപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ അടുപ്പിച്ച് കൂട്ടി വെച്ചാൽ തന്നെ നമ്മുടെ ബാക്കി കുക്കിങ്ങിൻ്റെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുട്ടാം. അപ്പോൾ അതിനാരെങ്കിലുമൊക്കെ പിള്ളേർ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ അത് ഏൽപ്പിച്ച് കൊടുത്താൽ അവരതൊക്കെ സൈഡായിട്ട് അവർ ചെയ്തോളും. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം കൂടി ചെയ്തോളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ആക്കി കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മൂപ്പിച്ചിട്ട് അത് നല്ല മൂപ്പാവുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നതാണ് ഈ ചിക്കൻ കറിയുടെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ കുറേയധികം മസാല പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇടികല്ലിലിട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതും ഒന്ന് മൂത്ത് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇതിപ്പോൾ ഒരു 3/4 കിലോ, അപ്പോൾ അതിൻ്റെ ഒപ്പം ആകുമ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഒരു പച്ചമണമൊക്കെ മാറി അതിൻ്റെ ഒരു കളറും ഒന്ന് ചേഞ്ച് ആവും. അതുകൂടാതെ തന്നെ ഞാൻ കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടിച്ചത് കൂടാതെ കുറച്ച് പീസസ് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി അങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പിടി കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പിലയുടെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലും കറിവേപ്പില ഇങ്ങനെ ഇട്ട് വഴറ്റും, അവസാന സമയത്തും നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. അതതിൻ്റെ ഫ്ലേവർ ഭയങ്കര അടിപൊളിയാണ് ചിക്കനിലേക്ക്. ഇനി നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി അതൊക്കെ കുറച്ച് അളവിലെടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി പേസ്റ്റായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേത് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇടയ്ക്ക് നിലയ്ക്കൊന്ന് കടിക്കാനോ ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പച്ചമുളക് കുറേ അധികം നേരം ഇതിലിട്ട് ഇങ്ങനെ വഴണ്ട് അതിൽ കറിയുടെ ഫുള്ള് അതിൻ്റെ കൂടെ വേവിക്കാൻ ഇടാറില്ല. ഇതൊന്ന് സോട്ടായിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വാടി കഴിഞ്ഞാൽ ആ പച്ചമുളക് ഒന്ന് പെറുക്കി അങ്ങ് മാറ്റി വയ്ക്കും. ലാസ്റ്റ് സ്റ്റേജിൽ പിന്നെ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിങ്ങനെ വേവായിക്കോ ഒന്നുമില്ല. അപ്പോൾ ഇതിലൊന്നൊരു സോട്ടായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ കറിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അടച്ചു വയ്ക്കുമല്ലോ, ആ ഒരു ചൂടുകൊണ്ട് ബാക്കി അതിലേക്ക് മസാല ഉപ്പുമുളകും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത് കുറച്ച് പെരിഞ്ജീരകമാണ്. ഈ പെരിഞ്ജീരകം കൂടി അതിൻ്റെ കൂടെ വറക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. സാധാരണ ഞാൻ വറുത്ത് പൊടിച്ച് വെക്കാറുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും മാത്രം മതി ശരിക്കും ചിക്കനിലേക്ക് മസാലയായിട്ട്. ഞാൻ ഒരു ചെറിയൊരു മുറി തേങ്ങ അത് നമ്മൾ പൊട്ടിച്ചപ്പോൾ ഒരെണ്ണം ചെറിയ മുറി ഒരെണ്ണം വലിയ മുറിയായി. അതിൽ ആ ചെറിയ മുറി കൊത്തിയിട്ട് തേങ്ങ കൊത്താക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. അതങ്ങനെ കണ്ടമാനം വഴറ്റിയെടുക്കണം എന്നൊന്നും ആവശ്യമില്ല. അത് പച്ചയ്ക്കായാലും അത് ഈ കറിയുടെ കൂടെ കുക്കാവും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് ഇനി തക്കാളി ഒരു വലിയ തക്കാളിയായിരുന്നു, തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി ആ വാടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ മല്ലിപ്പൊടിയും മുളകും പൊടിയും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, ചിക്കൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കഷ്ണങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനും അതുപോലെ തന്നെ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാനിപ്പോൾ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ചെറിയ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി മറ്റേതിൽ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ മുളക് പൊടിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എരിവില്ല, പക്ഷേ കളറുണ്ട്. പക്ഷേ കാശ്മീരി മുളകൊന്നുമല്ല, ഞാൻ വാങ്ങിച്ച് കഴുകി പൊടിപ്പിച്ച് തന്നെയാണ്. പക്ഷേ എന്തോ ഇത്തിരി കളർ കൂടുതലുണ്ട് ഈ മുളക് പൊടിക്ക്. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പിന്നെ ഞാൻ തുടക്കത്തിൽ
സവോള വഴറ്റണ സമയത്ത് തുടക്കത്തിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കുറച്ചും കൂടി ഉപ്പ്, ഇപ്പോൾ തക്കാളിയും കാര്യങ്ങളൊക്കെ ചേർത്തില്ല, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ഉരുളക്കിഴങ്ങാണ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി, കുറേ വലിയ പീസൊന്നുമല്ല, മീഡിയം ഒരു പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നേന്ത്രക്കായ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ശർക്കര ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, ഇങ്ങനെ പ്ലസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ടതാണ്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ചിക്കനൊക്കെ ഇട്ട് ചാറ് കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ ആ ചിക്കൻ കറിയുടെ ഗ്രേവിയിൽ കിടുന്ന വെന്ത കഷ്ണങ്ങളും ഈ ചാറും മാത്രമേ ആവശ്യമുള്ളൂ. ചിക്കൻ്റെ പീസിന് ഒരു ഡിമാൻഡും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം അതൊന്നുകൂടി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ കറി ഒന്നുകൂടി ചൂടാക്കി ഡ്രൈ ആക്കി എടുക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഉപ്പിട്ട് മുളക് അങ്ങനെ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടുമല്ലോ, അപ്പോൾ അതും പുതിയത് ചേർത്ത ഈ ഉരുളക്കിഴങ്ങും കായും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒന്ന് കൂട്ടിമറിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചിടാം. കാരണം നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് അങ്ങ് തിളപ്പിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് നേരം ആ ഒരു എണ്ണയിൽ കിടന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ്, അതിന് മാത്രം ഒന്നും എണ്ണ ഒഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അതിലൊന്ന് കിടന്ന് ഒന്ന് മൊരിയുക. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ അതിലും കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ അംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. കുറേ അധികം വെള്ളത്തിലിട്ടിട്ട് നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ കിടന്നിട്ട് സ്ലോ ആയിട്ട് അതിങ്ങനെ കുക്കാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി വീണ്ടും ഈ വെള്ളം കൂടി ചേർന്നപ്പോൾ എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് തട്ടി പൊത്തി റെഡിയാക്കിയിട്ട് അടച്ചിടുകയാണ്. ഇനി നമുക്ക് അതുവരെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഓടിപ്പോയിട്ടൊന്ന് കഴുകിയിട്ട് വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു വട്ടം മാളൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഇപ്പോൾ അതാ അതിൻ്റെ ആ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ചിക്കൻ്റെ ആ കുക്കർ തുറക്കുമ്പോൾ അതിൽ അത്യാവശ്യം ചിക്കനിന് ഇറങ്ങിയ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഗ്രേവി കറക്റ്റായിരിക്കുള്ളൂ കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. കുക്കർ തുറന്നിട്ട് നോക്കിയപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ലോണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പീസുകളൊക്കെ ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെയും കായ്ക്കൊന്നും കുറേ അധികം വേവൊന്നുമില്ല. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും കുറച്ച് നേരം കുക്ക് ചെയ്യാൻ അനുവദിക്കാറുണ്ട്. അപ്പോഴാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ആ കുക്കറിലുള്ള ആ ചിക്കൻ ഇങ്ങ് തട്ടുകയാണ്. ഇനി ഞാൻ പതുക്കെ ഇളക്കണല്ലോ, കാരണം നല്ല ചൂടോടെ കൂടി ഇരിക്കുന്ന സംഭവമാണ്. നമ്മൾ അങ്ങോട്ട് പുറഞ്ച ഇളക്കി കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഒലർന്ന് പോവും. അത് നേരെ മറിച്ച് നമ്മൾ സോഫ്റ്റായിട്ട് അവർ പോലും അറിയാത്ത വിധത്തിൽ പതുക്കെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ഉടയില്ല. അത് കഴിഞ്ഞ് നമ്മൾ തീ കുറച്ചിട്ടിട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ പണ്ടൊക്കെ കുക്കിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ പായസം ഇളക്കണ പോലെ അങ്ങ് ചിക്കൻ വെച്ചിട്ട് വെറുതെ കണ്ടത് അങ്ങ് ഇളക്കും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് പോവും. അതിന് ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഒന്നും ഞാൻ ചിക്കൻ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 4 ചേച്ചിമാരുണ്ട് എനിക്ക്. അത് പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വയ്ക്കുമ്പോൾ അച്ഛനും അമ്മേനെ സഹായിക്കാനായിട്ട് അടുക്കളയിലുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ചിക്കനൊക്കെ കറി വെക്കുന്ന ദിവസം അടുക്കളയുടെ ഇപ്പുറത്തൊരു റൂമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ഡൈനിങ് റൂമുണ്ട്, അതിൻ്റെ അപ്പുറത്തെ റൂമിൽ നിൽക്കാൻ എനിക്ക് അനുവാദമുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിക്കാറാകുമ്പോഴത്തേക്കാണ് ചിക്കൻ കറി വെക്കണ സമയത്തൊന്നും നമ്മളതിനെ കാണിക്കുക പോലും ഇല്ല. തീപ്പൊള്ളലാവും, ചൂടുവെള്ളം വീഴും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അടുക്കളയുടെ 3 റൂം അപ്പുറത്ത് നിർത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ സ്വന്തമായിട്ട് വെക്കാനൊക്കെ പഠിച്ചത്. അപ്പോൾ അമ്പിളീച്ചിനെയൊക്കെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചറിയും. പിന്നെ വീട്ടിൽ പോകുമ്പോൾ ചേച്ചി ചിക്കൻ കറി വെക്കുമ്പോൾ ഒക്കെ കൂടെ നിന്ന് കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സ്വന്തമായിട്ട് വെക്കാൻ പഠിച്ചത് കേട്ടോ. എൻ്റെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യണത് അമ്പിളീച്ച കേട്ടോ. അമ്മ ഇതുപോലെ കൽച്ചട്ടിയിൽ ഇങ്ങനെ കഷ്ണമൊക്കെ ഇട്ടിട്ട് ചാറായിട്ടുള്ള കറി അമ്മ കൽച്ചട്ടിയിൽ വയ്ക്കും. അപ്പം നമ്മുടെ കൽച്ചട്ടീനെ മയക്കാൻ വെച്ചിട്ടുണ്ട്. അത് മയങ്ങി വരുമ്പോൾ നമുക്ക് കൽച്ചട്ടിയിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ അമ്മ വറുത്തരച്ച് നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ വയ്ക്കും. അമ്മയുടെ കൈപ്പുണ്യം അതുപോലെ കിട്ടിക്കണത് അമ്പിളേച്ചിക്കാണ്. അമ്പിളേച്ചി എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് അതിൻ്റെ കൈപ്പുണ്യത്തിൻ്റെ പൊട്ടും പൊടിയൊക്കെ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാനും ഇത്തിരി അഹങ്കാരത്തോടുകൂടി പറയാണ്. പക്ഷേ അമ്പിളേച്ചിയൊക്കെ ചിക്കൻ കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അമ്പിളേച്ചി വെക്കണ ടേസ്റ്റാണ് അമ്പിളേച്ചിയുടെ കെട്ടിയോൻ കുട്ടേട്ടൻ വെക്കുമ്പോൾ.
എൻ്റെ വീട്ടിലെ 3 ചേച്ചിമാരുടെ ചേട്ടന്മാരും നല്ല പ്രോ കുക്കുകളാണ്. വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെയാണ് എല്ലാവരും കൂടി കുക്ക് ചെയ്യുക. 3 പേരും ഒന്നിനൊന്ന് മികച്ച കുക്കർമാരാണ്. അയ്യോ! അപ്പോൾ നമ്മുടെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് അതിലേക്ക് ഗ്രേവിയിലേക്ക് അങ്ങ് താത്തി കൊടുക്കുക കേട്ടോ. ആരും അറിയണ്ട, ഞാനും നിങ്ങളും മാത്രം അറിഞ്ഞാൽ മതി കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഞെരടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പണ്ട് ഇങ്ങനെ ജസ്റ്റ് കറിവേപ്പില ഇടാറുള്ളൂ. പിന്നെ വീണയുടെ വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ കറിവേപ്പില ഞെരടിയിട്ടൊക്കെ ഇടാൻ തുടങ്ങിയത് കേട്ടോ. പലരും പറയും വീണയുടെ വീഡിയോയിൽ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒന്നും അറിയാത്ത ആൾക്കാരെ പഠിപ്പിക്കണ പോലെയാണല്ലോ നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും അറിയാത്ത ആൾക്കാർക്കും ഒട്ടും ബേസിക് അറിയാത്ത ആൾക്കാർക്കും കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വീണയുടെ റെസിപ്പീസ്. ഇപ്പം അത് വീണയ്ക്ക് തന്നെ ഉപകാരമായി. കാരണം ആൾ സർജറി കഴിഞ്ഞ് റെസ്റ്റിലിരിക്കുകയാണ്. ഇപ്പോൾ ജാൻചേട്ടൻ വീണയുടെ വീഡിയോസ് കണ്ടിട്ടാണ്, ഒന്നും കുക്കിങ്ങിനെ പറ്റിയിട്ട് ഒന്നും സ്വന്തമായിട്ട് ചെയ്തു നോക്കാത്ത ജാൻചേട്ടൻ വീണയുടെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് അടിപൊളിയായിട്ട് എല്ലാ കറികളും വെക്കണമെന്ന് കഴിഞ്ഞ ദിവസം വീണ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ കറിവേപ്പില ഞെരടിയിടുക, അങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് വരെ വേണം നമുക്ക് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരില്ലേ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 11:30 ആയിട്ടുള്ള അപ്പോൾ സമയം. അപ്പോൾ നമ്മൾ വേഗം ഊണൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് നമ്മൾ മുകളിലേക്ക് പോകാൻ കേട്ടോ. മുകളിൽ എന്താ പരിപാടി എന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ, അവിടെ റൂം എടുത്തിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 10 കൊല്ലം ആവാറായി. ഇതുവരെ നമ്മൾ അതിൻ്റെ മുകളിലൊരു പെയിൻ്റ് അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഒരു കോട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ടൈല് പണി കഴിഞ്ഞാൽ വീണ്ടും ടൈലിൻ്റെ സിമെൻറ്റിൻ്റെ ചാന്തൊക്കെ തെറിക്കും. അത് കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് ഡംപ് ചെയ്യും. അവിടെ അധികം പെരുമാറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് ഡംപ് ചെയ്യും. പിന്നെ ആ വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ മഴവെള്ളം വന്നിട്ട് കിനിഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ ചുമരുമയൊക്കെ കുറേ അടയാളങ്ങളുണ്ട്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു. പക്ഷേ ആ സ്റ്റിക്കർ ഇവിടുത്തെ ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റിക്കർ ഇങ്ങനെ പൊളിഞ്ഞ് ഊരിപ്പോരൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിക്കർ ഫുള്ള് റിമൂവ് ചെയ്യാൻ പോകാന്നിട്ടാണ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ ഓരോ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡ് ഈ ഒരു സ്റ്റിക്കറും അപ്പുറത്തെ സൈഡ് വേറെ സ്റ്റിക്കറൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ചൂട് ഭയങ്കരമാണ്. ഞങ്ങൾക്ക് പടിഞ്ഞാറുനിന്ന് വെയിൽ ഭയങ്കരമായിട്ട് അടിക്കും. അപ്പോൾ ഈ സ്റ്റിക്കർ സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ കണ്ടമാനം സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് ഡംപ് ചെയ്തായിരുന്നു. പിന്നെ മാളുവിൻ്റെ കമ്പ്യൂട്ടർ അവിടെ വെച്ചിരിക്കണേ. അപ്പം ഈ ഒരു ജനലേന്ന് അത്യാവശ്യം ക്ലിയർ അടിക്കും. അപ്പോൾ ആ ജനലേമേ നമ്മൾ കട്ടൻ വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ താഴെ കണ്ടില്ലേ ആ ഒരു സ്കട്ടിങ്ങിൻ്റെ സിമെൻറ്റിൻ്റെ പാടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇവിടെ അന്ന് ആ പ്രളയത്തിൻ്റെ ഫുള്ള് മഴയിൽ ഇങ്ങനെ ഒരു കിനിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൻ്റെ റൂഫിൽ പരിക്കനിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു സമയത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ഭരതേട്ടൻ സൈറ്റിലേക്ക് പണിക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യുന്നു പെയിൻ്റ് അടിക്കണ കാര്യം സൂചിപ്പിച്ചിട്ട്, പക്ഷെ ആൾക്ക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തന്നെ പെയിൻ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പെയിൻ്റ് കടയിലത്തെ ചേട്ടൻ ചോദിച്ചു, ഇതെന്തോ വ്ളോഗ് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ എന്ന് ചോദിച്ചു. കാരണം പെയിൻ്റ് കടയിലത്തെ ചേട്ടൻ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്, ഭരതേട്ടൻ്റെ ഫ്രണ്ടാണ്. ആളുടെ വൈഫാണ് ഇങ്ങനെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് ആളോട് പറഞ്ഞത് ഇങ്ങനെ ഭരതൻ്റെ വൈഫ് വീഡിയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് അത്ര. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് വ്ളോഗ് ചെയ്യാനല്ലേ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിലേ പെയിൻറ്റിൻ്റെ പണി തൊരടി പിടിച്ച പണിയാണ്, കയ്യുമ്മലും കാലുമ്മലും മേലൊക്കെ ആവും. അതിൻ്റെ കൂടെ നമുക്ക് ഈ ക്യാമറയും സെറ്റ് ചെയ്ത് അവിടേക്ക് ഇവിടേക്കൊക്കെ മാറ്റി വെക്കൽ നല്ല മെനക്കെട് പരിപാടിയാണ്. അപ്പോൾ ഞാൻ വ്ളോഗൊന്നും പിടിക്കണില്ല, എന്തായാലും പെയിൻറ്റ് കടയ്ക്ക് ഞാൻ പെയിൻറ്റ് കടയുടെ കാര്യം ഞാൻ സൂചിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ പെയിൻറ്റൊക്കെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഇതിലൊക്കെ കണക്കാക്കി ഏകദേശം എത്ര വേണമെന്നൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പുറത്തുള്ള ഹോളാണ്. അപ്പോൾ ഈ ഇതിലത്തെ സാധനങ്ങൾ മുഴുവൻ ഇപ്പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 2 റൂമും കൂടി ഇന്ന് അടിക്കണില്ല, റൂമും കൂടി ഇന്ന് അടിക്കണില്ല. കാരണം എന്താ വെച്ചാൽ 2 കൂടി ഒപ്പം ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ്. അപ്പോൾ റൂഫിൽ നമ്മൾ വൈറ്റ് അടിച്ചു. അതുപോലെ ചുമരിൽ വൈറ്റ് സിമെൻ്റ് ആയിരുന്നു. ഒരു ലൈറ്റ് റോസാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് അറിയാത്തതാണ്. അപ്പോൾ 2 പേരും കൂടിയിട്ടാണ് പെയിൻറ്റിങ്ങിന് കാര്യങ്ങൾ ചെയ്തത്. കുറച്ച് നേരം ആളു പെയിൻറ്റ് പണിക്കാരിയാവും. അപ്പോൾ സമയത്ത് ഞാൻ ഹെൽപ്പറാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഹെൽപ്പറാവും, ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ മാള് പറഞ്ഞു അവൾ പെയിൻറ്റും ബാക്കി നിലത്ത് കുറേ പുള്ളിയും കുത്തൊക്കെ വീഴുമോ, അതൊക്കെ പുട്ടി ബ്ലേഡ് വെച്ച് ക്ലീൻ ചെയ്ത് അതൊക്കെ റെഡിയാക്കിയിട്ട് വരാം, അടിച്ച ബ്രഷും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വരാം, അമ്മ താഴത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി വന്ന്
കുളിച്ച് റെഡിയായപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് സർപ്രൈസായിട്ടൊരു പായസം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. അവൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായപ്പോഴും +2 പരീക്ഷ പാസ്സാവല്ല നന്നായി വിജയിച്ചപ്പോഴും ഞാൻ അവൾക്ക് സേമിയ പായസമാണ് ഉണ്ടാക്കി കൊടുക്കുക. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സേമിയ ഇരിക്കുന്നുണ്ട്. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാനാണ് ഇവിടെ മെയിനായിട്ട് സേമിയ വാങ്ങിക്കാറ്. കാരണം എല്ലാവരും കഴിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് സേമിയയുടെ ഉപ്മാവാണ്. പായസം എന്ന് പറഞ്ഞാൽ മാളൂന് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ കുറച്ചൊന്ന് കഴിക്കും, ലച്ചു ഒട്ടും കഴിക്കില്ല, ഭരതട്ട് അത്രയും കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് അത്യാവശ്യം അവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഈ ബ്രഷും, പിന്നെ അവളാണല്ലോ മെയിൻ പണിക്കാരി. റൂഫൊക്കെ അടിച്ചായിരുന്നു അവൾ. അപ്പോൾ അവളുടെ കൈത്തണ്ടയൊക്കെ അത്യാവശ്യം നിറയെ പുള്ളി കുത്തിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ ക്ലീൻ ചെയ്ത് അവൾ കുളിച്ചൊക്കെ വരുമ്പോഴേക്കും പായസം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുറേ അധികം ഒന്നും എടുത്തിട്ട് ഉണ്ടാക്കണതല്ല, പെട്ടെന്ന് കുറച്ച് ഉണ്ടാക്കണതാണ്. അപ്പോൾ ഒരു പാക്കറ്റ് പാല് പരത്തിട്ട് രാവിലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇത് ഞങ്ങൾ എടുക്കട്ടെ, ഞാൻ മോരാക്കാനായിട്ട് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞതാണ്. പക്ഷേ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, പായസം വയ്ക്കാം, മോരിന് ഇനി പിന്നെ വാങ്ങിച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വറുക്കാനായിട്ട് വേറൊരു പാത്രത്തിൽ നെയ്യൊന്നും ആക്കണ്ടല്ലോ. ഈ നെയ്യായ പാത്രമൊക്കെ കഴുകിയെടുക്കാനായിട്ട് കുറച്ച് മെനക്കെടുവാണ്. പിന്നെ എല്ലാ പാത്രത്തിലും ഇതാക്കാനും ബുദ്ധിമുട്ടാണ്. ഇപ്പം അത്യാവശ്യം മുകളിൽ പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ പെയിൻ്റ് അടിക്കും കാര്യങ്ങളൊന്നും ചെയ്യണ ആൾക്കാരല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വലിയ സുഖമില്ല. കുറച്ച് റൂഫ് അടിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. പിന്നെ നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഒരു മേശ. അതിവിടെ ഒരു പണിക്കാരൻ വെച്ച് പണിയിപ്പിച്ചതാണ്. അപ്പോൾ അതുമ്മ കയറി നിന്ന റൂഫിലേക്ക് എത്തും. പക്ഷെ അത് നീക്കിയിട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ വേറെ വടിയുമ്മ വെച്ച് കെട്ടിയിട്ടൊക്കെ ഞങ്ങൾ റോളർ വെച്ചിട്ടാണ് കേട്ടോ മുകളിലൊക്കെ അടിച്ചത്. പിന്നെ ചുമര് റോളറിനെ കോർണർ മാത്രമൊക്കെയാണ് ചെറിയ ബ്രഷ് വെച്ച് ഫിനിഷ് ചെയ്തതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ജനല വാതിലൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് റൂഫും ചുമരും മാത്രം. അതും ഒരു സൈഡ് ഫുള്ള് കബോർഡാണ്. പറയുമ്പോൾ ഏരിയ ഒക്കെ കുറവാണ്, പക്ഷെ നമുക്ക് പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ആയിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തു എന്നുള്ളൂ. അതിനെ വറക്കുമ്പോൾ നെയ്യിൽ വറക്കുമ്പോൾ ആ സേമിയയ്ക്കൊരു മണവും രുചിയൊക്കെ ഇത്തിരി കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്കാണത്, ഫുൾ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കുറേ അധികം ഞാൻ ചെറിയൊരു കപ്പ് മാത്രം, അതൊരു 1/4 കപ്പാന്ന് തോന്നുന്നു, 1/4 കപ്പിൻ്റെ ഒരളവിലാണ് ഇട്ടിട്ടുള്ളൂ. ഒരു പാക്കറ്റ് പാലും ഈ ഒരു പാക്കറ്റ് എന്ന് വെച്ചാൽ 1/2 ലിറ്റർ അല്ലേ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ചായയുടെ പരിപാടിയൊന്നും ഞാനല്ല. ഇവിടെ കാപ്പിയൊക്കെ ലോക്ക്ഡൗണിന് ശേഷം കാപ്പി ഉണ്ടാക്കുന്ന പരിപാടി ഭരതേട്ടൻ്റെയാണ്. പിന്നെ ഞാൻ കാപ്പിയും ചായയൊന്നും കുടിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കാറുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിലൊക്കെ ബർത്ത്ഡേക്ക് അങ്ങനെ സേമിയ പായസം ഉണ്ടാക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ. അമ്മ എന്തെങ്കിലും അരി വെച്ചിട്ട് പായസം ഉണ്ടാക്കും, പിന്നെ ഗോതമ്പ് വെച്ച് പായസം ഉണ്ടാക്കും. ഈ 2 പായസമാണ് വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് കേട്ടോ, പിറന്നാളൊക്കെ വരുമ്പോൾ. അതിനിടയിൽ ലച്ചു വന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇടയ്ക്ക് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവനെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ നിന്ന് ബോറടിച്ചിട്ട് അവൻ താഴെ പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താഴെ ഒറ്റയ്ക്ക് അവനെ പറഞ്ഞ് വിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ പിടിച്ചിരുത്തി കളിക്കാനൊക്കെ വിട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കിയതാണ്. അപ്പോൾ അവൻ ഇപ്പോൾ താഴേക്ക് വന്നപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ആദ്യം അവൻ മുകളിലൊക്കെ കളിക്കുന്ന സമയത്ത് താഴത്തേക്ക് വരണമെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്നാണ് പറയാറ്. അവൻ്റെ വിചാരം മുകളിൽ വേറെ ഏതോ വീടും താഴത്ത് നമ്മുടെ വീടെന്ന്. അപ്പോൾ പിന്നെ മകൾ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ നമ്മുടെ വീട് തന്നെയാണ്, അത് മുകളിൽ ഇത് താഴെയെന്ന്. അപ്പോൾ പിന്നെ അത് പറയാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ പറയും സ്റ്റീലിൻ്റെ ലിഡാണെങ്കിൽ നമുക്ക് എന്താ വേവ് എന്തായി ഒന്നും അറിയില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഗ്ലാസിൻ്റെ ആകുമ്പോൾ അതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബിരിയാണി പോട്ടിലൊക്കെ ആൾക്കാർ അങ്ങനെ ഗ്ലാസിൻ്റെ ലിഡുള്ളതൊക്കെ നോക്കി മേടിക്കണം. പക്ഷേ നമ്മളൊരുമാതിരി മഴയത്ത് കണ്ണട വെച്ചിട്ട് വണ്ടി ഓടിച്ച് പോണ പോലെയാണ് ഈ സംഭവം. ഈ ചില്ലുമ്മലേക്ക് ആകെ നനയും, പിന്നെ നമുക്കൊരു കുന്തവും കാണില്ല. ഞാനൊരു പ്രാവശ്യം രാത്രി മാളിന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇരുട്ടായിട്ട് എത്തിരി. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞതും നല്ല മഴ, പെട്ടെന്ന് വരില്ലേ ഒരു മഴ, അങ്ങനെ ആർത്തലച്ചിട്ട് ടപ്പ് ചെയ്യുന്നുണ്ടൊരു മഴ അങ്ങോട്ട് പെയ്യും. അതുപോലെ ഒരു പൊരി മഴ അങ്ങോട്ട് വന്നു. എനിക്കാണെങ്കിൽ ഈ കണ്ണടയിലേക്ക് ഫുള്ള് വെള്ളം നനഞ്ഞിട്ട് ഒന്നും കാണാനില്ല. എന്നാൽ കണ്ണട ഊരി വെച്ചാലോ അത്രയും കാണില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ നമ്മളിപ്പോൾ 10-20 കൊല്ലമായിട്ട് നടക്കുന്ന വഴിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം, അതും മഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്ത് റോഡ് അങ്ങോട്ട് നല്ലോണം വെള്ളമായി. കുണ്ട എവിടെ കുഴി എവിടെയൊന്നും ഒന്നും കാണാനില്ല. അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നും കാണാനില്ല, കണ്ണട ഫുള്ള് നനഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഈ ലിഡ് വെച്ച് അടച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടാ.
അപ്പോൾ നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടേക്കണേ. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ മിനി ചേച്ചിയാണ്. മിനി ചേച്ചി വന്നപ്പോഴാണ് ഞാൻ ഈ സേമിയ പായസമൊക്കെ കൂടുതലായിട്ട് കുടിച്ചിട്ടുള്ളത് കേട്ടോ. മിനി ചേച്ചി പിള്ളേരെ പിറന്നാളിനൊക്കെ എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലതുകൊണ്ട് ആൾ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് പായസം ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പായസം ഉണ്ടാക്കിയിട്ട് എനിക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഈ കപ്പ് കൊണ്ട് ഇതൊരു 1/4 കപ്പാണ്. 1/4 കപ്പ് കൊണ്ട് 1 കപ്പാണല്ലോ സേമിയ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി ആണ് നമ്മൾ പഞ്ചസാര ഇടണം കേട്ടോ. നമ്മളിപ്പോൾ ശർക്കര വെച്ചുള്ള പായസമായാലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ പരിപ്പ് 1/2 കിലോ എടുക്കുകയാണെങ്കിൽ ശർക്കര 1 കിലോ എടുക്കില്ല. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ ഏകദേശം അപ്പോൾ ഇത് ഇത്തിരി മധുരം കൂടുതലായെങ്കിലുള്ളൂ കേട്ടോ. ഞാൻ രണ്ടാമത്തെ കപ്പ് എടുത്തത് ഇത്തിരി ഹീപ്ഡായിട്ട് എടുത്ത് അത്ര വേണ്ടിയിരുന്നില്ല. അത് കറക്റ്റ് ഇങ്ങനെ വടിച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക. കാരണം ആ സേമിയ വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർത്തിരിക്കണത്. അല്ലെങ്കിൽ അത് വേവാൻ ബുദ്ധിമുട്ടാവുമല്ലോ. ഒരു 3 ഏലക്ക നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. അതിൻ്റെ മധുരം കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിച്ചു. പാലും ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ആ പാത്രത്തിൽ അത്യാവശ്യം കുറച്ച് നെയ്യുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതിലേക്ക് എടുത്താണ് ചുറ്റിച്ചൊഴിക്കാൻ കേട്ടോ. ഇനി ഒരു കുറച്ച് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ആ ചൂടോട് കൂടിയ പായസത്തിലേക്ക് ഒരു പീസ് ഇട്ട് കൊടുത്താലും അതിൽ കിടന്ന് ഉരുക്കിക്കോളും. ഇനി ഈ ചൂടാറുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് വറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഞാൻ കുളിക്കാൻ പോയി. ഇനി മാള് വന്നിട്ട് അപ്പോൾ മാളിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പായസം ഉണ്ടാക്കി അടച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളതെടുത്ത് കഴിച്ചു. അപ്പോൾ അവളെടുത്ത് കഴിക്കണത് ഒക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സൊക്കെ വെള്ളത്തിലിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മാള് നല്ല ഉറക്കമായി. അപ്പോൾ എങ്ങനെ ഞങ്ങൾ പെയിൻ്റ് അടിച്ച് ഭംഗിയുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നാളേക്ക് ഇനി ഇതിനായിട്ട് വലിയ പണി വേറെ ഉണ്ട് കേട്ടോ.